എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയുടെ ഫലമെല്ലാം കേട്ട് നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന ദിവസമാണ്. ഇനി നമുക്ക് ഇന്നൊരു പ്രത്യേക വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. എല്ലാവർക്കും ഭയമുള്ള എല്ലാ ജ്യോത്സ്യന്മാരെയും കാണുമ്പോൾ നമ്മളോട് അവർ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സർപ്പദോഷം കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്ന് നമ്മളോട് പറയുകയും ചിലർ അതിനെ നിഷേധിക്കുക. സർപ്പം നമ്മൾ എന്ത് ചെയ്യാനാണ്, സർപ്പത്തിൻ്റെ ദോഷമൊന്നുമില്ല എന്നൊക്കെ തർക്കിക്കുകയൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം എന്ന് നമ്മൾ ജ്യോതിശാസ്ത്രത്തിൽ വിവക്ഷിക്കുന്നത് നമ്മളുടെ ഭൂമിയിലുള്ള സർപ്പങ്ങളെ അല്ല, മറിച്ച് രാഹുവിനെയും കേതുവിനെയാണ്. ആ രാഹു കേതുക്കൾ നോഡുകളാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിൽ സദാ നമുക്ക് ചിന്തിക്കാൻ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര സ്പീഡിൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രഹങ്ങൾ, നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഒരു വൃത്തത്തിലൂടെയാണെന്നറിയാം. അപ്പോൾ കോഴിമുട്ടയുടെ ഒരു സൈഡ് വീതിയുള്ളതും ഒരു സൈഡ് വീതി കുറഞ്ഞതുമാണ്. അപ്പോഴങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കോസ്മോസിൽ, പ്രപഞ്ചത്തിൽ ഈ ഗ്രഹങ്ങൾ അതിഭയാനകമായ സ്പീഡിലൂടെ സഞ്ചരിക്കുമ്പോഴും, അതേപോലെ ലൂനാർ നോഡുകൾ, അത് നമ്മുടെ ചന്ദ്രൻ ഏറ്റവും വേഗതയുള്ള ആളാണ്. ഒറ്റ ദിവസം കൊണ്ട് 2.25 നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചു പോകുന്ന ആളുകളാണ്. നക്ഷത്ര ഏരിയയാണ്, വളരെ വിശാലമായ ഒരു ഏരിയയാണത്. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന 2 പോയിൻ്റുകളുണ്ട്. ആ പോയിൻ്റുകളെയാണ് നമ്മൾ രാഹു കേതു എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ, ഓവർ സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ നമ്മുടെ യു ടേൺ എടുക്കുമ്പോൾ എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടി വളരെ സ്പീഡിൽ വന്ന് ഫ്രിക്ഷണൽ ഫയർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫ്രിക്ഷണൽ ഫയറിനെയാണ് നമ്മൾ രാഹു കേതു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്ലാനറ്റും വന്ന് ആ പോയിൻ്റിൽ വന്ന് ഫ്രിക്ഷണൽ ഫയർ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതൊരു യു ടേൺ ആണ്. അങ്ങനെ ഈ ഒരു കൂർത്ത യു ടേണും ഒരു സ്ലോ യു ടേണും, ഇങ്ങനെ ഈ യു ടേണുകൾ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഫയറിനെയാണ് നമ്മൾ വീതി കൂടിയ ഭാഗത്തിന് രാഹു എന്നും വീതി കുറഞ്ഞ ഭാഗത്തിന് കേതു എന്നും പേര്. ഇതില്ലാതെ നമുക്ക് ജനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ് അത് വന്ന് നമ്മളുടെ ഏത് ഭാവത്തിൽ ആണോ നിൽക്കുന്നത് ആ ഭാവത്തിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ കർമ്മഫല അധിഷ്ഠിതമായി 12 തരം കാളസർപ്പദോഷം നമുക്ക് കാണുന്നു. കാളസർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡുകളുടെ ഇടയിൽ നമ്മളുടെ ഗ്രഹങ്ങൾ വരുന്നതാണ്. എന്നാൽ രാഹു ഏത് ഭാവത്തിൽ വരുന്നുവോ അല്ലെങ്കിൽ കേതു ഏത് ഭാവത്തിൽ വരുന്നുവോ ആ ഭാവത്തിന് നാശം സംഭവിക്കുന്നു. ഇതിനെ നമ്മൾ സർപ്പദോഷം, കാളസർപ്പദോഷം എന്നൊക്കെ പറയുന്നു. അതേപോലെ രാഹു നമുക്ക് ഒരുപാട് കാലങ്ങൾ, കോഴിമുട്ടയുടെ ഒരു വശം വളരെ വീതി കൂടിയതാണ്, ആ കാലങ്ങളുണ്ട്. കേതു വളരെ ചുരുങ്ങിയ 7 വർഷമേ ഉള്ളൂ. രാഹു നമുക്ക് 18 വർഷം നമ്മളെ ഭരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ രാഹു എന്ന് പറയുന്ന ആ എലിമെൻ്റ്, ആ നോഡ് നമ്മളുടെ ജീവിതത്തെ വല്ലാതെ വിപരീതമായി സ്വാധീനിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ അതിനെ കണ്ടെത്തുന്നത് 1, 2, 3 എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ജീവിതത്തിലെ സർപ്പങ്ങളുടെ എണ്ണമാണ് നമ്മൾ പറയുന്നത്. ഓരോന്നിനും ഓരോ സ്വഭാവമാണ്. ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിന് അനുകൂലമായി അല്ല പ്രതികൂലമായ ഒരു സ്വഭാവം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാഹു വരുന്നത്. അപ്പോൾ രാഹു ലഗ്നത്തിൽ നിന്നാൽ അതിൻ്റെ പേര് അനന്തകാളസർപ്പദോഷം എന്നാണ്. അനന്ത ഗുളികയല്ല, അനന്തകാളസർപ്പദോഷം എന്നാണ്. അപ്പോൾ അടുത്തതായി 2ാം ഭാവത്തിലാണെങ്കിൽ ഗുളികകാളസർപ്പദോഷം, 3ലാണെങ്കിൽ അനന്തഗുളിക വാസുകി കാളസർപ്പദോഷം, അനന്തഗുളിക വാസുകി ശംഖപാല കാളസർപ്പദോഷം, പിന്നെ ശംഖപാലൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പത്മകാളസർപ്പദോഷം, മഹാപത്മകാളസർപ്പദോഷം എന്നിങ്ങനെ അങ്ങോട്ട് മുൻപോട്ട് പോവുകയാണ്. മഹാപത്മകാളസർപ്പദോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ തക്ഷക കാളസർപ്പദോഷം, പിന്നെ കാർക്കോടക കാളസർപ്പദോഷം, ശംഖപാല കാളസർപ്പദോഷം, ഘാതക കാളസർപ്പദോഷം, അതേപോലെ ശേഷനാഗ കാളസർപ്പദോഷം. ഇങ്ങനെ നമുക്ക് 12 തരത്തിലുള്ള കാളസർപ്പദോഷങ്ങളുണ്ട്. അനന്ത, ഗുളിക, വാസുകി, ശംഖപാല,
പത്മകാള മഹാപത്മ തക്ഷക കാർക്കോടക ശംഖ ചൂട ഘാതക വിഷധര ശേഷ. ഇങ്ങനെയാണ് നമ്മുടെ കാളസർപ്പദോഷത്തിൻ്റെ എണ്ണം പോകുന്നത്. ഈ സർപ്പം ഏത് ഭാഗത്ത് നിൽക്കുന്നോ ആ ഭാഗത്തിന് ദോഷം വരുന്നു. ലഗ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സ്കിൻ ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വ്യക്തിത്വ വൈകല്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ആത്മവിശ്വാസം തീരെ കുറഞ്ഞു പോകുന്നതായി കാണുന്നു. രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത്, വരുമാനത്തെ ബാധിക്കും, പഴയ കുടുംബ ബന്ധങ്ങളെ ബാധിക്കും, കുടുംബത്തിലെ സ്വത്തുക്കൾ ലഭിക്കാതിരിക്കാനുമൊക്കെ സാധ്യത കാണുന്നു. അതേപോലെ ഷാർപ്പ് ടങ്ഡായിരിക്കും, വളരെ മൂർച്ചയേറിയ നാക്കുകൊണ്ട് സംസാരിക്കുന്നവരായിരിക്കും. അടുത്തതായി മൂന്നാം ഭാവത്തിലാണെങ്കിൽ ആനന്ദഗുളിക വാസുകി കാളസർപ്പദോഷമാണ്. ഈ വാസുകി കാളസർപ്പദോഷമുള്ളവർക്ക് സഹോദരങ്ങളെ കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല അവർ നമ്മെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യും. അതേപോലെയാണ് കീഴ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാ എലിമെൻറ്റും നമ്മുടെ ഇതിൽ വരുന്നത് നമ്മുടെ കർമ്മഫലം അനുസരിച്ചിട്ടാണ്. നമ്മുടെ രാശിചക്രത്തിന് അടുത്ത് ഇവിടെ സഞ്ചരിക്കുന്നതും അകത്ത് സഞ്ചരിക്കുന്നതും ഒക്കെ ആയ ഗ്രഹങ്ങൾക്ക് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിതത്തെ തന്നെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്രകാരം ഓരോ ഗുളികനും ഓരോരോ ഫലമാണ്, അല്ലെങ്കിൽ ഓരോ സർപ്പത്തിനും ഓരോരോ ഫലമാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് നാസിക്കിലെ ഒരു ക്ഷേത്രമുണ്ട്, അതേപോലെ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, അതുപോലെ ശ്രീകാളഹസ്തിയുണ്ട്. ആന്ധ്രയിലാണ് ഈ ശ്രീകാളഹസ്തി. അവിടെ പോയി എല്ലാവരും തൻ്റെ കാളസർപ്പദോഷം എന്താണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് രുദ്രാഭിഷേകം പൂജ ചെയ്ത്, അതേപോലെ Age+1 രുദ്രാഭിഷേകം ചെയ്ത് തിരിച്ച് ഗൃഹത്തിലെത്തി നല്ല അറിയാവുന്ന ഒരു കാർമ്മികനെ വിളിച്ച്, ഒരു ബ്രാഹ്മണനെ വിളിച്ച് നമുക്ക് Age+1 രുദ്രാഭിഷേകം ചെയ്യേണ്ടതാണ്. ഇനി കൊച്ചുകുട്ടികൾക്ക് അവരുടെ ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ പറ്റൂ. കാരണം 12 വയസ്സ് തനിയെ ഒരു കുട്ടിക്ക് ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയുള്ള പ്രായമല്ലാത്തത് കൊണ്ട് 12 വയസ്സ് തികയുന്ന അന്നോ പിറന്നാളിൻ്റെ അന്നോ നമ്മൾ കാളഹസ്തിയിൽ നിൽക്കുക. അന്ന് ആ കുട്ടിക്ക് വേണ്ടി ഒരു രുദ്രാഭിഷേകം ചെയ്യുക, ഒരു കാളസർപ്പദോഷം പരിഹാര പൂജ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ക്ഷേത്രത്തിൽ തങ്ങാതെ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു വന്ന് സന്തോഷമായിരിക്കാം. അവർക്ക് Age+1 രുദ്രാഭിഷേകത്തിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ അവനെ പിന്നെ 24-ാമത്തെ വയസ്സിലും 36-ാമത്തെ വയസ്സിലും അവിടെ കൊണ്ടുപോകേണ്ടതാണ്. അല്ലെങ്കിൽ 24 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവർ തനിയെ പൊയ്ക്കോളും. എങ്കിലും ആ സമയം നമ്മൾ ഓർപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 11 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കണ്ടാൽ ഇപ്രകാരം ഒരു പരിഹാരം നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു വിശേഷം. ഇനി അടുത്ത ദിവസം നമുക്ക് വിശദമായ കാര്യങ്ങളൊക്കെ പറയാം. അതുവരെ നമുക്ക് വളരെ ഈശ്വര പ്രാർത്ഥനയോടും കരുതലോടും കൂടി ഇരിക്കുക. നാഗരാജാവിനെയും ആദിശേഷനെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.